ഒന്ന് പ്രകൃതിദത്ത ചേരുവകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സഹായിക്കും. വേരുകളുടെ വളർച്ചയും ചെടിയുടെ വളർച്ചയും മെച്ചപ്പെടുത്തുന്നു. മണ്ണിന്റെ ആരോഗ്യവും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നു. അതായത് മണ്ണിനകത്ത് നമ്മൾ മണ്ണ് കുറച്ച് ഇങ്ങനെ ഓരോ അഴുക്ക് പോലെ ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ മണ്ണൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ ഞാഞ്ഞൂള് മറ്റ് കൃമികീടങ്ങളൊക്കെ ഉണ്ടാവും. അത് ശരിക്കും പറയുകയാണെങ്കിൽ മണ്ണിലെ ഒരു ട്രാക്ടറാണ് അവര്. ഈ സൂക്ഷ്മജീവികൾ മണ്ണെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കും അവര്. അതിലൂടെ ചെടിയുടെ വേരുകള് ഒരു മിനിറ്റ് ഒരു വെള്ളം ഒന്ന് കുടിച്ചേക്കട്ടെ. നമ്മള് ഡ്രൈ ആയിപ്പോകും. അപ്പൊ ഈ മണ്ണിലുള്ള സൂക്ഷ്മജീവികള് മണ്ണിന്റെ ട്രാക്ടറുകളാണെന്നാണ് പറയുന്നത്. പിന്നെ പൂക്കലും കായ്ഫലവും സമതുലിതമായി നടത്താൻ സഹായിക്കുന്നു. വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രയോഗ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഹരിത സഞ്ജീവനിയുടെ 4 പാക്കറ്റുള്ള സമഗ്ര പരിചരണ ഉൽപ്പന്നം. ഒന്നാമത്തെ പാക്കറ്റ് എടുക്കണം. ഒന്നാമത്തെ പാക്കറ്റിന് 1 നമ്പർ ഇട്ടിട്ടുണ്ട്. അത് വളത്തോടൊപ്പം ഇപ്പൊ 350 ഗ്രാമിന്റെ പാക്കറ്റാണ് എടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ പുറമെ ഇപ്പൊ കുറച്ച് ജൈവ വളങ്ങളോ ഒക്കെ നമ്മൾ കൃഷി ചെയ്യണ സ്ഥലത്ത് 1/2 ഏക്കർ സ്ഥലത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ജൈവ വളമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം. ആ ജൈവ വളത്തിന്റെ ഒപ്പം 30-40 കിലോ ഉണങ്ങിയ മണ്ണില് ആ ഒരു പാക്കറ്റ് അങ്ങനെയാണ് കലർത്താം 1/2 ഏക്കറിൽ കേട്ടാ. അത് കലർത്തി മിക്സ് ചെയ്തിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ വെതറി പോകണം. ഇപ്പൊ ഈ നെല്ല് കൃഷിയൊക്കെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെതറി പോവാം. പയറ് കൃഷിയുള്ള സ്ഥലത്താണെങ്കിൽ അങ്ങനെ വെതറി പോവാം. കപ്പ കൃഷിയുള്ള സ്ഥലത്താണെങ്കിൽ വെതറി പോവാം. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ, അതായത് ഈ ചില സ്ഥലത്ത് ഈ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറേശ്ശെ വലിച്ചെടുക്കുന്ന, അപ്പൊ അതിനകത്തേക്ക് ഇത് കലക്കി ഉപയോഗിക്കാം. പിന്നെ മണ്ണിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നല്ലതുപോലെ നനച്ചു കൊടുക്കണം. മരങ്ങൾക്കാണെങ്കിൽ 2-10 ഗ്രാം മരത്തിന്റെ പ്രായം അനുസരിച്ച് 5-15 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. വേരിന് സമീപം 1.5 അടി അകലത്തിൽ വേണം ഇത് ഒഴിക്കാൻ. ഇനി നമ്മുടെ വീട്ടിൽ ഗ്രോ ബാഗ്, ചെടിച്ചട്ടികൾ ഇത്തിരി സ്ഥലമുള്ള സ്ഥലത്തൊക്കെയാണ് കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണെടുക്കുക. മറ്റു വളങ്ങൾ, ചാണകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവ വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ പാക്കറ്റിൽ നിന്ന് ഒരു ചട്ടിക്ക് ഒരു സ്പൂണിന്റെ തണ്ട് സ്പൂണിന്റെ ആ ഹാൻഡിലിന്റെ ആ മറുഭാഗം ഹാൻഡിലിന്റെ അറ്റത്തുനിന്ന് തോണ്ടിയെടുത്തിട്ട് അത്രയും ഒരു ചട്ടിക്ക് ഉപയോഗിച്ചാൽ മതി. സ്പൂണിന്റെ തണ്ട് ഉപയോഗിച്ചു, ഒരു സ്പൂണല്ല, സ്പൂണിന്റെ തണ്ടിൽ എന്തോരം കിട്ടുന്നോ അത്രയും ഒരു ചട്ടിക്ക് ഉപയോഗിച്ചാൽ മതി. മണ്ണിലാണ് അത് ഉപയോഗിക്കേണ്ടത്. കാരണം അത് ഇത്തിരി ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ഇതാവും ഈ ഒന്നാമത്തെ പാക്കറ്റ്. ഇതെന്താ ചെയ്യണേ? മണ്ണിൽ നടുന്ന ചെടിയുടെ വേരുകൾ ആഴത്തിലിറങ്ങി നല്ല ബലമുള്ള വേരുകളാക്കി നിർത്തും. മണ്ണിലുള്ള ജൈവ ഗുണങ്ങളെയെല്ലാം വലിച്ച് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കും. അതാണ് ഈ ഹരിത സഞ്ജീവനിയുടെ ഒന്നാമത്തെ പാക്കറ്റ് ചെയ്യുന്നത്. മണ്ണിൽ സുഷിരമുണ്ടാക്കി ജലസംഭരണ ശേഷി വർദ്ധിപ്പിച്ച് മണ്ണിൽ കലരാൻ പ്രയാസമുള്ള ധാതുക്കളെയൊക്കെ അലിയിക്കുന്നു. മണ്ണിൽ ചില ചെടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ലയിക്കാതെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അതിനെയൊക്കെ ലയിപ്പിച്ച് ആ ചെടിക്ക് ഗുണം ചെയ്യും. ഇപ്പം നമ്മൾ ചില ആൾക്കാര് എത്ര എല്ല് പോലെ ഇരിപ്പുണ്ടാവും,
അപ്പൊ വീട്ടുകാർ പറയും അത് എന്തോരം ഭക്ഷണമാണ് കഴിക്കണം, ഒന്നും അവന്റെ ശരീരത്തിൽ പിടിക്കണില്ല. അതിങ്ങനെ എന്താന്ന് ആർക്കറിയാം, എന്താണ്ട് വല്ല അസുഖമായിരിക്കും. ഇങ്ങനെ ഒരു ഇതില്ലാണ്ട് നിൽക്കാണ്. അപ്പൊ അതെന്താ, ആ ആ ആൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ എന്ത് കഴിച്ചാലും ശരീരത്തിൽ കാണാത്തത്. അപ്പൊ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂട്രീഷൻ ഫുഡുകൾ കഴിക്കണം എന്ന് പറയുന്ന പോലെയാണ് ചെടിയുടെ ഒരു ന്യൂട്രീഷൻ വിഭാഗമാണ് ഈ ഹരിത സഞ്ജീവനി. മണ്ണിൽ ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ ചെടിക്ക് കിടപ്പുണ്ടാകും, പക്ഷെ ചെടിക്ക് അത് വലിക്കാനുള്ള കഴിവില്ലായിരിക്കും. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു പാക്കറ്റ്, ഹരിത സഞ്ജീവനിയുടെ ഒന്നാമത്തെ പാക്കറ്റ് ഉപകാരപ്പെടും. മണ്ണിലെ ജൈവ കാർബൺ വർദ്ധിക്കുന്ന ചില മണ്ണ് കണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെളുത്തിരിക്കും, വെളുത്ത് ഈ വെള്ള കളറിൽ. അത്തരം മണ്ണുകളിൽ ചെടി വളരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മണ്ണിൽ എപ്പോഴും നല്ല കറുത്ത് നല്ല ഒരു വളക്കൂറുള്ള മണ്ണ് പോലെ ഒക്കെ ഇരിക്കണം. ഒരു ജൈവ കാർബൺ പറഞ്ഞ അതിനകത്ത് ആ ഫോട്ടോ കണ്ടില്ലേ, അതുപോലെ കറുത്തിങ്ങനെ ഇരിക്കണം. എന്നാൽ ഒരു കടും ചെങ്കല്ലോ കടും ബ്രൗൺ കളറിലുള്ള മണ്ണോ, അതിങ്ങനെ തരി പോലത്തെ മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല മണ്ണായിരിക്കും. അപ്പൊ നല്ല മണ്ണ് ഉണ്ടെന്നായിട്ട് നമ്മൾ ആ മണ്ണൊന്ന് പതുക്കെ കുഴിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ മറ്റേ എന്താ പറയുക, ഞാഞ്ഞൂള് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മണ്ണ് വളരെ നല്ല മണ്ണായിരിക്കും. നല്ല കൃഷി ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ല എഫക്റ്റ് കിട്ടും. 3, വിളയ്ക്ക് ധാരാളം മൂന്നെണ്ണം കഴിഞ്ഞാൽ ഈ നമ്മുടെ മൂന്നാമത്തെ പാക്കറ്റ് അല്ല, ഒന്നാമത്തെ പാക്കറ്റിലെ മൂന്നാമത്തെ ഗുണങ്ങളാണ് ഈ പറയുന്നത്. വിളയ്ക്ക് ധാരാളം പോഷകങ്ങൾ നൽകുന്നു, മണ്ണിന്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നു, ചെടിയുടെ വെളുത്ത വേരുകൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നു. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ധാരാളം വേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി പെട്ടെന്ന് വളരും. വേരുകൾ കുറവാണെന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ വളർച്ച വളരെ സാവധാനത്തിലായിരിക്കും. കാരണം ഈ എത്രത്തോളം വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നുവോ അത്രത്തോളം ചെടി മുകളിലേക്ക് കയറിപ്പോരും. അപ്പൊ അതിനുള്ള ഗുണം ഈ ഹരിത സഞ്ജീവനിയുടെ ഒന്നാമത്തെ പാക്കറ്റ് ചെയ്യും. ദോഷകരമായ ലവണത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ഈ AI കുറച്ച് അക്ഷരപ്പിശകുണ്ട്. അപ്പൊ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇത് അളം എന്നുള്ള വാക്ക് എന്താണ് എന്ന് എന്നോട് ചോദിക്കരുത്. അത് അളവ് എന്നാണ് കേട്ടാ. ദോഷകരമായ ലവണത്തിന്റെ അളവ് കുറയ്ക്കുന്നു. പല കെമിക്കലുകൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും മണ്ണിൽ. അപ്പൊ അത് ചെടിക്ക് ദോഷമായിട്ട് ഇങ്ങനെ മാറണമെന്ന് കഴിഞ്ഞാൽ അതിന്റെ ശക്തിയൊക്കെ കുറയ്ക്കും. പിന്നെ ഉപകാരമായ സൂക്ഷ്മജീവികൾ മണ്ണിൽ വളരാനിടയാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഞാഞ്ഞൂള്, മറ്റു കുറെ പ്രാണികൾ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെടി നല്ലോണം വളരുള്ളൂ. കാരണം വേരുകള് ഈ സൂക്ഷ്മജീവികൾ ഒരു ട്രാക്ടറിന്റെ പണിയാണ് മണ്ണിന്റെ അടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെടിയുടെ വേരിനെയൊക്കെ എല്ലാം കൂടുതൽ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറക്കാനും ജലാംശം നിലനിർത്താനും ഒക്കെ ആയിട്ട് സഹായിക്കും. പിന്നെ മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. അത്രയും കാര്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായത്. ഇനി രണ്ടാം ഘട്ടം പാക്കറ്റ് എടുക്കുന്നു. അത് 1 ഏക്കറിലേക്കുള്ള പാക്കറ്റ് നമ്മളെടുത്തു. അത് 100 ഗ്രാമിൻ്റെ ഒരു ഇതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ കണക്കാണ്. രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം 2 ഗ്രാം കലർത്തി തൈകൾക്ക് സ്പ്രേ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കണക്ക് 100 ഗ്രാമിന് എത്ര ലിറ്റർ വെള്ളം എടുക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. ഇവിടെ 1 ലിറ്റർ വെള്ളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും മണ്ണിലുമൊക്കെ കൃഷി ചെയ്യുന്നവർ
1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം 2 ഗ്രാം കളർ നല്ലോണം കുലുക്കി മിക്സ് ചെയ്യണം. ആ കുപ്പിമ ഒരു നമ്പർ ഇടണം. ആ സ്പ്രേ ചെയ്യുന്ന കുപ്പിമ 2 എന്ന നമ്പർ ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചേക്കണം. അതിന്റെ കാരണം എന്താണെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. എന്നിട്ട് ഇത് ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യണം. എന്തിനാ ഇത് ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യണേ നോക്കാം. വേരുകൾ പുഷ്ടിയോടെ വളരുന്നു. വേരുകൾ പുഷ്ടിയോടെ വളരുന്നു. ഇലകളുടെ വലിപ്പം വർദ്ധിക്കുന്നു. ഇലകളുടെ വലിപ്പം വർദ്ധിക്കാൻ നല്ല പച്ച കളർ ഉണ്ടാവും. നല്ല പച്ച കളർ ഉണ്ടായാൽ എന്താ ഗുണം? ചെടികളുടെ ഇലകളിലാണ് ചെടികളുടെ വളർച്ചയ്ക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നത്, അല്ലേ? അതിനെന്ത് വേണം? ചെടികളിൽ ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഹരിതകം വേണം. അപ്പൊ കൂടുതൽ ഹരിതകം ഈ ചെടികളിൽ ഉണ്ടാക്കിയെടുക്കും ഈ 2ാം ഘട്ടം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ. ചെടിയുടെ സന്തുലിത വളർച്ച മെച്ചപ്പെടുത്തുന്നു, ത്വരിതപ്പെടുത്തുന്നു. വർദ്ധിതമായ പ്രകാശ സംശ്ലേഷണം മൂലം കൂടുതൽ ധാന്യോൽപാദനം ഉണ്ടാകുന്നു. അതായത് സൂര്യപ്രകാശം ചെടിയുടെ ഇലയിൽ അടിക്കുമ്പോഴാണ് ആ ഹരിതകമായിട്ട് വർക്ക് ചെയ്ത് ചെടിയിൽ ഭക്ഷണ പാകം ചെയ്യൽ നടക്കുന്നത്. ഹരിതകം ചെടിയിലില്ലെങ്കിൽ ചെടി വളരില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ചെടിയിലെ ഹരിതകത്തെ കളഞ്ഞു കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോവും. ഈ വഴിവെക്കിലൊക്കെ പുല്ല് ഉണക്കണത് കണ്ടിട്ടുണ്ടാവും ഈ മരുന്നടിച്ച് ആൾക്കാര്. അത് ഈ ചെടിയിലുള്ള ഹരിതകത്തെ ഇല്ലാണ്ടാക്കുമ്പോഴാണ് ആ ചെടി ഉണങ്ങിപ്പോകുന്നത്. ചെടിയിൽ ഹരിതകം, നല്ല ശക്തമായ ഹരിതകം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെടി വളർന്ന് വലുതാവും. അപ്പൊ നല്ല ഹരിതകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2ാമത്തെ പാക്കറ്റ് സ്പ്രേ ചെയ്യുന്നത്. ചെടിയുടെ ഇല വളർച്ചയ്ക്കും വേരുകളുടെ വളർച്ചയ്ക്കും ഒക്കെ ഈ 2ാമത്തെ സ്പ്രേ ഉപയോഗിക്കേണ്ട വിധം 1 ലിറ്ററിൽ 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം, അതിൽ കൂടുതൽ എടുക്കരുത്. അടുത്തത് 3ാം ഘട്ടം. 3ാം ഘട്ടം സ്പ്രേ ചെയ്യുന്നത് പൂക്കളിലാണ്. ചെടിയുടെ പൂക്കളിലാണ് സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. പുഷ്പങ്ങളുടെ സന്തുലിത വളർച്ചയ്ക്ക് ഇപ്പൊ 150 ഗ്രാമിന്റെ പാക്കറ്റ് ആണെങ്കിൽ അത് 1 ഏക്കറിൽ ഉപയോഗിക്കാം. 150 ഗ്രാമിന്റെ പാക്കറ്റ് 1 ഏക്കറിൽ ഉപയോഗിക്കാം. 1-2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. 1-2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. അപ്പൊ നമ്മൾ ഈ കുപ്പിമേ 3 എന്ന നമ്പർ ഇടണം. നേരത്തെ കുപ്പി 2 എന്ന നമ്പർ ഇടുക. അത് ആ 2ാം നമ്പർ പാക്കറ്റ് മാത്രമേ അതിനകത്ത് കലക്കാവൂ. അടുത്ത കുപ്പിയിൽ 3 എന്ന നമ്പർ ഇടുക. ഈ 3ാം നമ്പർ പാക്കറ്റ് സ്പ്രേ ചെയ്യുക. അപ്പം വിളയുടെ ശാഖകൾ വർദ്ധിപ്പിക്കും ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ. കൂടുതൽ പെൺപൂക്കൾ ഉണ്ടാകുന്നു. പൂക്കൾക്കൊക്കെ നല്ല ആരോഗ്യമായിരിക്കും. ഈ പൂക്കൾ കൊഴിഞ്ഞു പോകില്ല. ഉദാഹരണം, നമ്മുടെ ഈ മുരിങ്ങ ഈ ചില നാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മുരിങ്ങയുടെ ഇഷ്ടംപോലെ മുരിങ്ങക്കായ് ഉണ്ടായി കിടക്കണതാണ്. ചില നാടുകളിൽ മുരിങ്ങ പൂക്കൾ അങ്ങനെ കൊഴിഞ്ഞു വീഴും. കാരണം ഈ മുരിങ്ങയുടെ പൂക്കൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് അത് കൊഴിഞ്ഞു പോകുന്നത്. അപ്പൊ ആ പൂക്കൾക്ക്, അങ്ങനെയുള്ള പൂക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ തക്കാളി, വഴുതന, വെണ്ടയ്ക്ക, പാവല്, കുമ്പളങ്ങ, മത്തങ്ങ, പീച്ചിങ്ങ, ഇതൊക്കെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും. ആ പൂക്കൾക്കൊക്കെ ഈ 3ാമത്തെ പാക്കറ്റ് ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂക്കൾക്ക് നല്ല ബലമായിരിക്കും, കൊഴിഞ്ഞു പോകില്ല. എല്ലാ പൂക്കളും കായ്ഫലമായിട്ട് മാറും. കാരണം എല്ലാം പെൺപൂക്കളായിട്ട് മാറും. വിള പുഷ്ടിയോടെ വളർന്ന് കാർബണും നൈട്രജനും തമ്മിലുള്ള അനുപാതം കാത്തു സൂക്ഷിക്കുന്നു. അതായത് മണ്ണിലേക്ക് ഇത് ഇറങ്ങിച്ചെന്ന് നല്ല പുഷ്ടിമുള്ള മണ്ണാക്കി മാറ്റും. പ്രതികൂല കാലാവസ്ഥയിൽ ചെടികളിൽ പുഷ്പങ്ങളുടെയും ഇലകളുടെയും സഹനശേഷി വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ ഭയങ്കര ചൂടുള്ള സമയത്താണ് ഇതൊന്നും ചെയ്യാത്ത ചെടികൾ, ഭയങ്കര വേനലുള്ള സമയത്ത് ഇത്തരം ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്യാത്ത ചെടികൾ ഇങ്ങനെ വാടി തളർന്ന് നിൽക്കും. പക്ഷെ ഹരിത സഞ്ജീവിനി ഉപയോഗിച്ച ചെടികൾ എപ്പോഴും നല്ല മഞ്ഞുകാലത്ത് നിൽക്കുന്ന നല്ല ഉണർവുള്ള ചെടികളായിട്ട് തന്നെ നിൽക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ.
ഓക്കെ. ഇനി 4-ാം ഘട്ടത്തിലേക്കാണ് നടക്കുന്നത്. ഫലങ്ങളുടെ നിയന്ത്രണ രീതി. 250 ഗ്രാം 1 ഏക്കറിൽ 1-2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. ഈ കുപ്പിയുമേ നമ്മൾ 4-ാം നമ്പറിൽ ഇടണം കേട്ടോ. ഈ കുപ്പിയുമേ നമ്മൾ നമ്പർ 4 എന്നിടണം. പ്രയോജനങ്ങൾ: പോഷകാംശങ്ങൾ കൃത്യമായി ഇലകളിലും ഫലങ്ങളിലും എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിനകത്തുണ്ടാകുന്ന കായ്ഫലം, ഈ 4-ാമത്തത് കായില് സ്പ്രേ ചെയ്യണം. മറ്റേത് 3-ാമത്തെ പൂക്കളിലായിരുന്നു, 2-ാമത്തെ ഇലയിലായിരുന്നു. അപ്പൊ 4-ാമത്തെ നമ്മൾ ഈ കായില് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ കായ് ഫലങ്ങളെല്ലാം നല്ല ആരോഗ്യമുള്ള കായ്ഫലങ്ങളായിട്ട് മാറുന്നു. ഒരു പേടരിച്ച് പോലത്തെ കായ്ഫലങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ തക്കാളിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സമൃദ്ധമായിട്ടുള്ള നല്ല തുടുത്ത തക്കാളി, അതുപോലെ പീച്ചിങ്ങ, പാവല്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇതൊക്കെ നല്ല ഇതായിട്ട്. ഇപ്പൊ ഞാനിവിടെ ഒരു വെണ്ട കൃഷി ചെയ്തു, ഗാർഡൻ ഗോൾഡ് ഇട്ട്. അത് മരം പോലെ ഇങ്ങനെ വളർന്നു പോയിക്കൊണ്ടേയിരിക്കുക. ഇഷ്ടംപോലെ വഴുതനങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചെടിക്ക് വേണ്ട വെള്ളവും വളർച്ചയും സമതുലനം ചെയ്ത് ഇലകൊഴിച്ചിൽ നിയന്ത്രിക്കും. നമ്മൾ ഈ കായ്ഫലം കായിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ചെടികളുടെ ഇലകളുടെ ഇലകൊഴിച്ചിലും കുറയ്ക്കും ഈ സാധനം. ഏറ്റവും കൂടുതൽ പുഷ്പങ്ങൾ ഫലങ്ങളായിട്ട് മാറുന്നു. എല്ലാ പുഷ്പങ്ങളും ഫലങ്ങളായിട്ട് മാറും. ആരോഗ്യമുള്ള കായ്ഫലങ്ങൾ ലഭിക്കുന്നു. ഓക്കെ. സംസാരിച്ചു തുടങ്ങിയല്ലോ. ആരുണ്ടോ? സംസാരിച്ചോ. ഇനി 2, 3, 4 പാക്കറ്റുകളുടെ ഒരു വിവരണം, പൊതുവായിട്ടുള്ളൊരു വിവരണം. നമ്മളിപ്പോ 2, 3, 4 പാക്കറ്റുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു പൊതുവിവരണം കൂടി പറയാം. പ്രോട്ടീൻ സമൃദ്ധമായ വസ്തുക്കളിൽ നിന്നും വേർതിരിച്ച അമിനോ ആസിഡുകളുടെയും ശുദ്ധമായ എൻസൈമുകളുടെയും പ്രത്യേകതരം മിശ്രിതമാണ് ഇത് കേട്ടോ. ഈ മനുഷ്യർക്ക് പ്രോട്ടീൻ വേണം. ഒരു മനുഷ്യന് 60 കിലോ തൂക്കം ഉണ്ടെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ വേണം ഒരു ദിവസം എന്ന് പറയുന്നത് പോലെ ചെടികൾക്കും പ്രോട്ടീൻ വേണം. ഇത് 2, 3, 4 പാക്കറ്റുകൾ സ്പ്രേ ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് കീടനാശിനി, കുമിൾനാശിനി ഇതോടൊപ്പം കൂട്ടി നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം. ക്ഷാരഗുണമുള്ള രാസപദാർത്ഥങ്ങളും ആൽക്കലൈൻ കെമിക്കലുകൾ എന്നിവയായിട്ട് ഇത് ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിരവധി കീടങ്ങളുടെ നശീകരണ പ്രക്രിയ തടഞ്ഞ് ചെടികളെ പുഷ്ടിയോടെ വളർത്തുന്നു. കായ്ഫലങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ ഇത് എപ്പോൾ സ്പ്രേ ചെയ്യണം, ഏത് സമയത്ത് സ്പ്രേ ചെയ്യണം, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാവിലെ 10 മണിക്ക് മുമ്പ് വേണം സ്പ്രേ ചെയ്യാൻ. അതല്ല എങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷമേ സ്പ്രേ ചെയ്യാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 മണി തൊട്ട് 5 മണി വരെയുള്ള ഗ്യാപ്പ് വെയിലിന്റെ ചൂട് കൊണ്ട് ഇലകളൊക്കെ ഒന്ന് പതുക്കെ നിവർന്ന് നിൽക്കുന്ന ഇലകൾ പതുക്കെ ഒന്ന് താഴേക്ക് മടങ്ങും. ആ സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഒഴുകി താഴെ പോകും. അപ്പൊ അത് എഫക്റ്റ് ചെയ്യില്ല. അപ്പൊ എപ്പോഴും ചെയ്യേണ്ട 10 മണിക്ക് മുമ്പും വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രമേ സ്പ്രേ ചെയ്യാവൂ. 2, 3, 4 പാക്കറ്റുകൾ ഓരോ സമയങ്ങളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം. അതായത് നനവുണ്ടായിരിക്കണം, വെള്ളം ഒഴിച്ചിരിക്കണം ചെടിയുടെ ചുവട്ടില്. ഓക്കെ. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ 4 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങും കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനം 4 മണിക്കൂർ കൊണ്ട് തുടങ്ങും. വിള സമൃദ്ധി ഉയരും, പച്ചപ്പ് ധാരാളമായിട്ടുണ്ടാകും. നല്ല രസമല്ലേ നമ്മുടെ വീടിന്റെ മുമ്പിൽ
ബാക്കിലൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യവും നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മുടെ തോട്ടത്തിൽ നിന്ന് തക്കാളിയും വെണ്ടയും വഴുതനങ്ങയും പീച്ചിങ്ങയൊക്കെ എടുത്ത് കറികളൊക്കെ വയ്ക്കുമ്പോൾ പച്ചമുളക് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി അല്ലേ? അപ്പൊ ഈ ഇതെല്ലാവരും ഉപയോഗിക്കാം. പിന്നെ തക്കാളി, വഴുതന, മുളക്, വെണ്ട, പാവൽ, മത്തൻ, വെള്ളരി, ചുരയ്ക്ക, തണ്ണിമത്തൻ, പയറ് തുടങ്ങിയ പച്ചക്കറികളിൽ ഇതെങ്ങനെ 2, 3, 4 പാക്കറ്റ് ഉപയോഗിക്കണം. വിള ഇറക്കി, അതായത് വിള ഇറക്കി 15 മുതൽ 20 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം രണ്ടാമത്തെ പാക്കറ്റ് സ്പ്രേ ചെയ്യാൻ. അതിന് വേറെ ഒന്നും നോക്കാനില്ല. രണ്ടാമത്തെ ഇല വരുമ്പോൾ മുളച്ച് ഒരു നല്ല, ഒന്നാമത്തെ പാക്കറ്റ് നമ്മൾ മണ്ണിൽ ചെയ്തു. രണ്ടാമത്തെ നമ്മൾ ഈ വിള മുളച്ച് വളർന്ന് വലുതായി ഇല വരുമ്പോൾ ആ ഇലയിലേക്ക് സ്പ്രേ ചെയ്യണം. 15-20 ദിവസം കഴിഞ്ഞിട്ട് മതി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പാക്കറ്റ് നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് സ്പ്രേ ചെയ്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ പാക്കറ്റ് സ്പ്രേ ചെയ്യണം. അത് എവിടെ ചെയ്ത് നമ്മൾ പൂക്കളിൽ സ്പ്രേ ചെയ്യണം. പൂക്കൾ ഉണ്ടാകുമ്പോൾ സ്പ്രേ ചെയ്താലും മതി, അല്ലാന്നുണ്ടെങ്കിലും സ്പ്രേ ചെയ്താൽ കുഴപ്പമില്ല. വരുന്ന പൂക്കൾ അപ്പോഴത്തേക്കും പെൺപൂക്കളാവാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവും. അടുത്ത നാലാമത്തത് ചെയ്യേണ്ടത്, മറ്റേ മൂന്നാമത്തെ തളിച്ചതിന് ശേഷം നമ്മൾ 15 ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തത് നമ്മൾ സ്പ്രേ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് ഗോതമ്പ്, നെല്ല്, പരുത്തി, ഇഞ്ചി, മഞ്ഞള്, സോയാബീൻ, നിലക്കടല, കടുക്, ബാർലി, മുതിര, തിന, ചോളം, ബീൻസ് ഇങ്ങനെയുള്ളത് ഇതുപോലെ തന്നെ വിളയിറക്കി 25 ദിവസം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ സ്പ്രേ ചെയ്യാം. ആദ്യത്തെ തളിച്ച് 15 ദിവസത്തിന് ശേഷം മൂന്നാമത്തെ ചെയ്യാം. അടുത്തത് മൂന്നാമത്തെ സ്പ്രേ കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷം അടുത്തത് സ്പ്രേ ചെയ്യുക. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് ചെയ്യുക. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. തെങ്ങ്, മാവ്, സപ്പോട്ട, പുളി, ബെറി, നെല്ലി, അത്തിപ്പഴം, കശുമാവ്, പേര, മധുരനാരങ്ങ, ഓറഞ്ച്, നാരങ്ങ, ആപ്പിള് വിള നട്ട് 40 ദിവസത്തിന് ശേഷം സ്പ്രേ ചെയ്യുക. അടുത്ത മൂന്നാമത്തെ പാക്കറ്റ് 30 ദിവസത്തിന് ശേഷം സ്പ്രേ ചെയ്യുക. നാലാമത്തെ പാക്കറ്റ് 20 ദിവസത്തിന് ശേഷം സ്പ്രേ ചെയ്യുക. ഓക്കെ. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട്ടിൽ പച്ചക്കറി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഐഡിയകൾ വന്നോളും. ആ സമയമാകുമ്പോൾ ഇതിൻ്റെ ബേസ് കാര്യങ്ങൾ പറയണോ എന്ന് മാത്രമേ ഉള്ളൂ. വാഴ, ഓമയ്ക്ക, പൈനാപ്പിൾ പൂക്കൾ വളരുന്ന സമയത്ത് തളിക്കണം രണ്ടാമത്തെ പാക്കറ്റ്. മൂന്നാമത്തെ പാക്കറ്റ് ആദ്യത്തെ തളിച്ച് 20 ശേഷം, നാലാമത്തത് രണ്ടാമത്തെ തളിച്ച് 20 ദിവസത്തിന് ശേഷം കേട്ടാ. തേയില, കാപ്പി, പുഷ്പങ്ങൾ വിളവെടുപ്പിന് 30 ദിവസം മുമ്പ് 2, 3, 4 നടത്തുക. വിളവെടുപ്പിന് 30 ദിവസം മുമ്പ് രണ്ടാമത്തെ പാക്കറ്റ് തളിക്കുക. ആദ്യത്തെ 15 ദിവസം ഇടവിട്ട് തളിക്കുക. രണ്ടാമത്തെ തളിച്ച് 15 ദിവസം ഇടവിട്ട് തളിക്കുക. തെങ്ങുകളിലും ഇനി ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് മുഴുവൻ തൈകളിലാണ്. ഇനി വലിയ തെങ്ങ്, മറ്റ് മരങ്ങളിലൊക്കെ എങ്ങനെ ഉപയോഗിക്കാം? 1-2 അടി വരെ ആഴമുള്ള കുഴികൾ തെങ്ങിൻ്റെ തടത്തിന് 1-1.5 അടി അകലത്തിൽ മാറി ഒരു 1-2 അടി ആഴമുള്ള ഒരു ചെറിയ വട്ടം തോട് തീർക്കുക. ആ തോടിനകത്തേക്ക് ഈ പറഞ്ഞ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 1, 2, 3, 4 കൂടി മിക്സ് ചെയ്യുക. 2 ഗ്രാം ആദ്യത്തെ 2 വർഷം 2 ഗ്രാം എടുത്തിട്ട് 5 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. 2 വർഷം തുടർച്ചയായിട്ട് ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് നമുക്ക് കുറച്ച് കൂടി വിളവ് കൂട്ടണം. ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ 5 വർഷം തുടർന്നുള്ള 5 വർഷം 5 ഗ്രാം എടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ
തോടെടുത്ത് ചെയ്യുക. 5-ൽ കൂടുതൽ വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 10 ഗ്രാം എടുത്ത് 15 ലിറ്റർ വെള്ളത്തിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തെങ്ങിൽ നല്ല കായ്ഫലങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഹരിത സഞ്ജീവനി എവിടെയൊക്കെ ഫലപ്രദമാകില്ല, നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടും ഒന്നും ഗുണം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇതാണ്. വിളകൾക്ക് കൃത്യമായിട്ട് ജലസേചനം കൊടുക്കുന്നുണ്ടാവില്ല, ഫലം കിട്ടില്ല. ഈർപ്പം കുറഞ്ഞതോ കൂടിയോ ഇരിക്കും. അതായത് എപ്പോഴും ഇങ്ങനെ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപകരിക്കില്ല. അതുപോലെ ചൂട് കൂടുതലുള്ള സ്ഥലത്ത് ഭയങ്കരമായിട്ട് ചൂട് എത്ര ചെയ്തിട്ടും വെള്ളം ഒഴിച്ചിട്ടും ഉള്ള രീതിയിൽ ഇത് ഫലപ്രദമാവില്ല കേട്ടോ. പിന്നെ വിളയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള മണ്ണ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും കൃഷി റെഡി ആവില്ല. മണ്ണിൻ്റെ pH ഒക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ pHന് ലെവല് ചെയ്യാനായിട്ടുള്ള അതൊക്കെ അവർ കൃഷി വകുപ്പുകാർ പറഞ്ഞു തരും. അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യുക. അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല മണ്ണ് എന്ത് നട്ടാലും മുളയ്ക്കാത്ത മണ്ണിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് മൊത്തം എവിടെന്നെങ്കിലും ഉണങ്ങിയ ചവറൊക്കെ ഇട്ട് മണ്ണ് ആദ്യം നല്ലോണം അങ്ങോട്ട് കരിക്കുക. ചവറിട്ടാണ് കത്തിച്ചതിന് ശേഷം നല്ലതുപോലെ പടത്തി കിളച്ചതിന് ശേഷം കുറേ പച്ചിലയും ചാണകവും ഒക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മണ്ണൊന്ന് വളക്കൂറാക്കി എടുക്കാം. അപ്പോൾ കുറച്ചാളത് പിടിക്കും. അതിന് ശേഷം ചെടികളൊക്കെ നല്ലപോലെ മുളച്ച് വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഹരിത സഞ്ജീവനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും. കൃഷിയിൽ അധികമായി കാണുന്ന കളകൾ, നമ്മൾ നട്ടിരിക്കുന്ന ചെടിക്ക് ചുറ്റും കളകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അതവിടെ വളരില്ല. പിന്നെ കീടങ്ങളെ നിയന്ത്രിക്കാതിരിക്കൽ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ചെടി വളരില്ല. തളിക്കുന്ന വിളയുടെ നിർദ്ദിഷ്ട ഘട്ടങ്ങളല്ലാതിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു 2, 3, 4 സൂര്യൻ 10 മണിക്ക് മുമ്പും 5 മണിക്ക് ശേഷവും തളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഹരിത സഞ്ജീവനിയുടെ ഇത്രയും ക്ലാസ്സുള്ളൂ. ബാക്കി ഭാഗം നാളെ പറയും. ഇന്നത് ഇത്രയും ഹരിത സഞ്ജീവനിയുടെ മനസ്സിലായി. ഹരിത സഞ്ജീവനി എന്ന് പറഞ്ഞ ഒരു പാക്കറ്റിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇനി ബാക്കി കുറേ പ്രൊഡക്റ്റുകളുണ്ട്, അത് നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം.